ഈ വർഷത്തെ ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സന്നിധാനത്ത് അനുഭവപ്പെട്ട അനിയന്ത്രിതമായ തിരക്ക് കാരണം മലയാളി ഭക്തർ ഉൾപ്പെടെയുള്ള നിരവധി തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകാതെ മടങ്ങേണ്ടി വന്നു. ഇന്നലെ കനത്ത തിരക്കിൽപ്പെട്ട് മണിക്കൂറോളം ക്യൂവിൽ കുടുങ്ങി യാതൊരു സൗകര്യവും ലഭിക്കാതെ വിഷമിച്ച ഭക്തരാണ് ദർശനം ഉപേക്ഷിച്ച് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി ഇരുമുടിക്കെട്ടുകൾ അഴിക്കുകയും നെയ്യഭിഷേകം നടത്തുകയും ചെയ്ത ശേഷം മാലയൂരി മടങ്ങിയത്. വർഷങ്ങളായി ശബരിമല തീർത്ഥാടനം നടത്തുന്നവർ പോലും ഇങ്ങനെയൊരു ദുരനുഭവം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സംഭവം തീർത്ഥാടക ക്രമീകരണങ്ങളെക്കുറിച്ചും തിരക്ക് നിയന്ത്രിക്കുന്നതിലെ വീഴ്ചകളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. തിരക്കിൽ കുടുങ്ങി ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിയവരിൽ ശ്രദ്ധേയമായത് പാരാപ്പള്ളിയിൽ നിന്ന് എത്തിയ 17 അംഗ തീർത്ഥാടക സംഘമാണ്. സ്ത്രീകളടക്കമുള്ള ഈ സംഘത്തിന് ശബരിമലയിൽ എത്താൻ കഴിഞ്ഞിട്ടും ഭഗവാനെ കാണാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നു. ഇന്നലെ ഉച്ചയോടെ പമ്പയിലെത്തിയ ഈ സംഘം മലക്കയറ്റം ആരംഭിച്ച് മരക്കൂട്ടം വരെ എത്തിയിരുന്നു. എന്നാൽ തുടർന്നുള്ള മലക്കയറ്റത്തിൽ വലിയ തിരക്ക് കാരണം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. മാത്രമല്ല മണിക്കൂറോളം ക്യൂവിൽ കാത്തുനിന്നിട്ടും അവർക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭിച്ചില്ലെന്നും തീർത്ഥാടകർ പരാതിപ്പെട്ടു. വർഷങ്ങളായി ശബരിമലയിൽ വരുന്നു, ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണെന്ന് സംഘത്തിലെ മുതിർന്ന ഒരംഗം വിഷമത്തോടെ പറഞ്ഞു. കടുത്ത നിരാശയും മനോവിഷമവും രേഖപ്പെടുത്തിയിട്ടാണ് പാരപ്പള്ളിയിൽ നിന്നുള്ള ഈ തീർത്ഥാടകർ പന്തളത്തെത്തി ഇരുമുടി സമർപ്പിച്ച് മടങ്ങാൻ തീരുമാനിച്ചത്. ദീർഘദൂര യാത്രയുടെയും കഠിന വ്രതത്തിന്റെയും അവസാനം ദർശനം സാധ്യമാകാതെ മടങ്ങേണ്ടി വന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പന്തളത്ത് എത്തിച്ചേർന്ന ശേഷം അവർ തങ്ങളുടെ ദുരനുഭവങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു. കിലോമീറ്ററുകളോളം നീണ്ട ക്യൂവിൽ വിശപ്പും ദാഹവും സഹിച്ച് കാത്തുനിന്നിട്ടും ദർശനം ലഭിക്കാതെ മടങ്ങേണ്ടി വന്ന അവസ്ഥ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഭക്തർ വിലയിരുത്തി. ഇന്നലെ, അതായത് മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ തിരക്ക് പൂർണ്ണമായി നിയന്ത്രണാതീതമായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ സന്നിധാനത്തേക്കുള്ള വഴികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി കൂടുതൽ വഷളായി. തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ ഭക്തർ കൂടുതൽ സമയം ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി ക്ഷേത്രനട തുറന്നിരിക്കുന്ന സമയം അധികൃതർ നീട്ടാൻ നിർബന്ധിതരായി. എങ്കിലും ആവശ്യത്തിന് സൗകര്യം ഒരുക്കാത്തത് കാരണം തീർത്ഥാടകർക്ക് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. പോലീസ്, ദേവസ്വം ബോർഡ്, മറ്റ് സർക്കാർ ഏജൻസികൾ എന്നിവർ സംയുക്തമായി ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളിൽ വലിയ പാളിച്ച സംഭവിച്ചുവെന്നാണ് ദർശനം ലഭിക്കാതെ മടങ്ങിയവരുടെ പരാതി. പ്രാഥമിക ശുചിത്വ സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ക്യൂവിൽ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നതും ആവശ്യത്തിന് ശുദ്ധജലമോ ലഘുഭക്ഷണമോ ലഭ്യമല്ലാതിരുന്നതും ഭക്തരെ ദുരിതത്തിലാക്കി. പ്രത്യേകിച്ചും പ്രായമായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ ദുരിതം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ശബരിമല ദർശനം മുടങ്ങിയ ഭക്തർക്ക് ഏക ആശ്രയമായത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രമാണ്. ശബരിമലയിൽ ദർശനം നടത്താൻ സാധിക്കാത്ത ഭക്തർ തങ്ങളുടെ വ്രതം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പന്തളം ക്ഷേത്രത്തിലെത്തി ഇരുമുടിക്കെട്ട് അഴിക്കുകയും നെയ്യഭിഷേകം നടത്തുകയും മാലയൂരി വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആചാരമുണ്ട്. ഇത്തരത്തിൽ ദർശനം ലഭിക്കാതെ മടങ്ങിയ നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ഭക്തർ ഇന്നും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി മാലയൂരി മടങ്ങുകയായിരുന്നു. ഇവരുടെ ഈ മടക്കം സന്നിധാനത്തെ ക്രമീകരണങ്ങളിലുള്ള വലിയ പാളിച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അധികൃതർ വിജയിച്ചിരുന്നെങ്കിലും ഭക്തരുടെ പ്രവാഹം കുറഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെയോടെ പോലീസ് തിരക്ക് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. വെർച്വൽ ക്യൂ സംവിധാനം കർശനമാക്കുകയും പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ഭക്തരെ ഘട്ടം ഘട്ടമായി മാത്രം കടത്തിവിട്ടതും തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ചു. ഇന്ന് രാവിലെ മുതൽ തിരക്കുണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ സാധിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മണിക്കൂറുകൾ ക്യൂവിൽ നിന്നുള്ള ദുരിതം ഇന്ന് കുറഞ്ഞതോടെ ഭക്തർക്ക് ദർശന സാഫല്യം നേടാനായി. എന്നാൽ ഇന്നലെ ദുരിതത്തിലായവരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം ആശ്വാസകരമല്ല. 90,000 പേർക്ക് വരെ ദർശനം അനുവദിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരക്ക് കൈകാര്യം ചെയ്യാൻ കൂടുതൽ ശക്തമായ സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും 18-ാം പടിക്ക് സമീപവും ക്യൂ കോംപ്ലക്സുകളിലും പോലീസ് കൂടുതൽ ശ്രദ്ധ നൽകണം. വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായതിനാൽ ഇനി വരുന്ന ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളായ ശുദ്ധജലം, വിശ്രമ കേന്ദ്രങ്ങൾ, ശുചിമുറികൾ, അടിയന്തര വൈദ്യസഹായം എന്നിവ തീർത്ഥാടന പാതയിലെ ഉടനീളം ഉറപ്പാക്കണം. ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വന്ന ഭക്തരുടെ ദുരനുഭവം അധികൃതർ ഒരു പാഠമായി എടുക്കുകയും വരുന്ന ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശബരിമല തീർത്ഥാടനം ഓരോ ഭക്തനും ആത്മീയ സാഫല്യം നൽകുന്ന അനുഭവമായി തുടരാൻ വേണ്ടതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനും സർക്കാരിനുമുണ്ട്.